ജൈവ കൃഷിയിലൂടെ വിഷമില്ലാത്ത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സുഹൃത്തിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതാണ് സാനു, എൻ്റെ ഒരു സുഹൃത്താണ്. ഇത് ആദ്യം നമ്മൾ കളയൊക്കെ മാറ്റി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കളിച്ചിടും. എന്നിട്ട് ഒരു 10-12 ദിവസം കുറച്ച് കുമ്മായം ഇട്ടിട്ട് കുമ്മായം ഇടും. അമ്ലത കുറയ്ക്കാൻ വേണ്ടി. അതിനുശേഷം നമ്മളൊരു വാരം മാടും. ഇതുപോലെ വാരം മാടിയിട്ട് അതിൽ എല്ലാ തരം ജൈവവളവും ധാരാളമായിട്ട് നിക്ഷേപിച്ചു കൊടുക്കും. ഈ വാരം മാറുന്ന സ്ഥലത്താണ് ശരിക്കും കുമ്മായം ഇടുന്നതെന്ന്. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ഇതിന്റെ മീതേക്കടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ആയിട്ടുള്ള പരിപാടി ഇവിടെ ചെയ്യും. ഒരു പൈപ്പ് പൈപ്പ് പോയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റ് വെച്ച് മൂടി 2 ദിവസത്തും മണ്ണിടും. ഇതുപോലെ മണ്ണിടും. അതിനുശേഷം ഒരു PVC പൈപ്പ് കൊണ്ട് ദ്വാരം ഉണ്ടാക്കി ഇത് നടും. അപ്പൊ ഒരു വളമൊക്കെ ഇട്ട് മൂടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് നടുള്ളൂ. പിന്നെ അതിനുശേഷം നമ്മൾ ഈ 2 ഇടയ്ക്കുള്ള സ്ഥലത്ത് വീട്ട് മാറ്റ് ഇട്ടേക്കുക. അപ്പൊ പുല്ലുണ്ടാവില്ല. പുല്ല് കളയാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത്. ഇതില് ഗുണം എന്താന്ന് വെച്ചാല്, ഒന്ന് നമ്മള് നനയ്ക്കാൻ വേണ്ടി സമയം ചെലവഴിക്കണ്ട. രണ്ടാമത്തെ കാര്യം, ഇതില് പുല്ല് വരില്ല. പിന്നെ ഇടയ്ക്ക് മണ്ണിടുന്ന പരിപാടിയൊന്നുമില്ല. ഈ ഒറ്റ നടല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ നട്ടു കഴിഞ്ഞാൽ ചെടി പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഇവിടെ നമ്മൾ വെണ്ടയൊക്കെ നട്ടു എന്ന് വിചാരിക്കുക. വെണ്ട നട്ടു കഴിഞ്ഞാല് വെണ്ട തീരാനാകുമ്പോൾ നമ്മൾ പയർ നട്ട് കൊടുക്കുക. അപ്പൊ ആ വെണ്ട പൊങ്ങിക്കണേല് കയറി കിടന്ന് പയറുണ്ടായിക്കോളും. അപ്പോൾ ഏത് നടുമ്പോഴും അതിന്റെ ഒപ്പം ചീര, മല്ലിയൊക്കെ നടും. അപ്പോൾ ആ വിള ആവുമ്പോഴത്തേക്കും നമ്മൾ ഈ ചീരയുടെയും മല്ലിയുടെയും ഒക്കെ വിളവെടുപ്പ് കഴിയുകയും ചെയ്യും. അങ്ങനെ 4-5 കൃഷി ഒരു വാരത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് പ്രൊസീജിയർ. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റിയ വേറെ കൃഷികൾ എന്ന് പറഞ്ഞാല്, ഇപ്പൊ ചീര എല്ലായിടത്തും നട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ പാവലിന്റെ ഇടയ്ക്കാണ് നട്ടേക്കുന്നത്. പാവല ഈ വാരത്തിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പാവലും പടവലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മുകളിലേക്ക്. സുന്ദരിച്ചീര ഇതിപ്പോ ഒരു പ്രാവശ്യം മുറിച്ചിട്ട് രണ്ടാമത് പൊടിച്ചു വരുന്നതാ. ഇതും കട്ടയായിട്ടുണ്ടായിരുന്നു, ഒരു 1/2 കിലോ ഒക്കെ വരാൻ പാകത്തിന്. പിന്നെ വെണ്ടയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? പിന്നെ ഇതിന്റെ ഇടയ്ക്കെല്ലാം ഫ്രൂട്ട് പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഫ്രൂട്ട് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാമ്പ, ചാമ്പയുണ്ട്, സുരിനാഞ്ചെറി ഉണ്ട്. സുരിനാഞ്ചെറി ഇത് പ്ലാവ്. അത് മറ്റേ വെറൈറ്റി പ്ലാവ് ആണെന്ന് 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും അടുത്തേക്ക് ആക്കിയത്. ഓക്കെ, പ്ലാവുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ചെയ്യാൻ പറ്റും. ഇതാണ് സാനുവിന്റെ കൃഷിത്തോട്ടം. മത്തക കയറ്റിട്ടുണ്ടല്ലോ. അപ്പോ ഈ സ്ഥലം എന്ന് പറയുന്നത് കൂടുതൽ മണ്ണൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പൊ നമ്മള് ഈ വാരത്തിന്റെ എല്ലാത്തിന്റെ അറ്റത്തായിട്ട് നമ്മള് കുറച്ച് മത്തം നട്ടുപിടിപ്പിച്ചേക്കുക. അപ്പൊ മത്തം പടർന്ന് ചെടി നടാൻ പറ്റാത്ത സ്ഥലത്ത് പടർന്ന് കിടന്ന് ഉണ്ടായിക്കോളും. അപ്പൊ അവിടെ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാടുണ്ടാവാതിരിക്കാൻ. അപ്പൊ ഇനി നമുക്കൊരു 7 വർഷം വരെ ഇതില് ഈ സംവിധാനത്തിൽ കൃഷി ചെയ്യാം. പുല്ല് ഉണ്ടാവില്ല. പുല്ല് നമുക്കൊരു പ്രശ്നമല്ല. ഇതിപ്പോ പുല്ല് മാറ്റണമെങ്കിൽ 3-4 ദിവസം പണി വേണ്ടി വരും. പൈസ നമുക്ക് അടുത്ത പ്രാവശ്യം മുതൽ ലാഭം. സേവ് ചെയ്യാൻ പറ്റും. ഇതാണ് ശരി.